യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു വരാതിരിക്കേണ്ടതിന്. സ്തോത്രം. നമുക്കറിയാം 21-ാമത്തെ അധ്യായത്തിനകത്ത് ആമേൻ അവിടെ കാണുന്ന ഹെഡിങ് എന്ന് പറയുന്നത് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് നമ്മൾ കാണുന്നത്. പക്ഷേ അതിനകത്ത് ഈ 20-ാമത്തെ അധ്യായവും 21-ാം അധ്യായവും നമ്മൾ പഠിക്കുമ്പോൾ 20-ഉം 21-ഉം 22-ഉം നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ അതിനകത്തുള്ള ശത്രുപക്ഷത്ത് നിന്ന് രാജാവിന് നേരെ വരുന്ന ആയുധമെന്ന് പറഞ്ഞാൽ രാജാവ് എന്ത് ചെയ്യരുത്? യുദ്ധഭൂമിയിൽ നിന്ന് തിരിച്ചു വരരുത്. സ്തോത്രം. ഇന്നും എന്നെയും നിങ്ങളെയും ഓർത്ത് പലരും പറയുന്നൊരു വാക്കിതാണ്, അവൻ തിരിച്ചു വരരുത്. പോകുന്ന വഴിയിൽ ഏതെങ്കിലും വണ്ടിയിലടി കയറി ചതഞ്ഞരഞ്ഞെങ്കിലും അവൻ എന്ത് ചെയ്യണം? തീരണം എന്ന് ആമേൻ പറയുന്ന ആയിരക്കണക്ക് വ്യക്തികളുടെ നടുവിൽ കൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, പാസ്റ്ററെ അത് വേദപുസ്തകപ്രകാരം ശരിയാണോ? ശരിയാണ്. അപ്പോസ്തലനായ പൗലൂസിൻ്റെ മരണം കാണാൻ ജനം വെള്ളം കുടിക്കാതെ ആമേൻ ഉപവസിച്ച് ആമേൻ അവൻ്റെ ജീർണിച്ച ശരീരം കാണാൻ കൊതിച്ചിരുന്ന വ്യക്തികളെ നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയും. അങ്ങനെ പുതിയ നിയമത്തിൽ അങ്ങനെ കുറച്ച് വ്യക്തികൾ കൂടിയിരുന്ന് ഒരു മനുഷ്യൻ്റെ തോൽവി കാണാൻ അല്ലെങ്കിൽ പരാജയം കാണാൻ ആഗ്രഹിച്ചു എങ്കിൽ ഈ തലമുറയിൽ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം 21-ാമത്തെ അധ്യായത്തിനകത്ത് വളരെ അനുഗ്രഹിക്കപ്പെട്ട 2-3 തലങ്ങൾ ഇതിനകത്ത് കാണാൻ കഴിയും. ആമേൻ. 21-ാം അധ്യായത്തിനകത്തുനിന്ന് ആമേൻ 1-ാമത്തെ വാക്യം മുതൽ സ്തോത്രം 7-ാമത്തെ വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തിരി ആലോചനകൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. 1-ാമത്തെ വാക്യം മുതൽ 7-ാമത്തെ വാക്യം വരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചതാണ്. അപ്പോൾ ഈ 7-ാമത്തെ വാക്യത്തിനകത്ത് നമ്മൾ കാണാൻ കഴിയുന്നത്, രാജാവ് യഹോവയിൽ ആശ്രയിക്കുന്നു, അത്യുന്നതന്റെ കാരുണ്യം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? കുലുങ്ങാതിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരുടെ കാരുണ്യം കൊണ്ട്? അത്യുന്നതനായ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ട് രാജാവ് കുലുങ്ങാതിരിക്കുന്നു. സ്തോത്രം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എവിടെയാണോ ദൈവജനത്തിന്, ഈ ദൈവജനമെന്ന് പറയുമ്പോൾ എല്ലാവരും ദൈവജനം അല്ല, എല്ലാവരും ദൈവമക്കൾ അല്ല. സ്തോത്രം. പാരപണിയാതെ, നുണ പറയാതെ, അസൂയ കാണിക്കാതെ ഒരു വ്യക്തിയുടെ ഉയർച്ചയിൽ എത്രത്തോളം ഉയരാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെയാണ് ആത്മീകൻ എന്ന് പറയുന്നത്. എന്നാൽ നുണ പറഞ്ഞ് കൂട്ടിയടി ഉണ്ടാക്കി പള്ളിക്കകത്തും അടി പുറത്തും അടി ഇങ്ങനെയുള്ളവരെ ഒന്നും അഭിഷക്തന്മാരെന്നോ ദൈവമക്കളെന്നോ പുസ്തകം പഠിപ്പിക്കുന്നില്ല. സ്തോത്രം. എത്രത്തോളം നമുക്ക് ദൈവസന്നിധിയിൽ താഴ്മ ധരിക്കാൻ കഴിയുമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവമേ, ഞാനിങ്ങനെ പറയാറുമുണ്ട്, ഇന്നാരും ഒരു ചീത്ത പോലും വിളിച്ചില്ലല്ലോ എന്നെ. കർത്താവ്, നിനക്ക് എന്നോട് സ്നേഹമില്ലേ എന്ന് ഞാൻ പറയാറുണ്ട്. പറഞ്ഞു തീരുന്ന മുമ്പേ ഏതെങ്കിലും വണ്ടിക്കാരെ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ ഒതുക്കും. ഏതെങ്കിലും ഒരു വണ്ടിക്കാരൻ കൊണ്ട് ഒതുക്കിയിട്ട് നല്ല ഭാഷ വിളിക്കും. കർത്താവ് നിന്നെ സ്നേഹിക്കുന്നതിനെ ഓർത്ത് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ ഈ പറയുന്നത്? എല്ലാ ദിവസവും യേശു കർത്താവിനെ ചീത്ത വിളിക്കുന്നവരേ ഉള്ളുവായിരുന്നു. എല്ലാ ദിവസവും, ഒരു ദിവസം പോലും ഇല്ല. വേറെ വെളിയിൽ നിന്ന് ആരും പരീശന്മാരോ ശാസ്ത്രിമാരോ വിളിച്ചില്ലെങ്കിൽ ശിഷ്യന്മാരെങ്കിലും വിളിക്കും. എന്താണ്? രാവും പകലും ഇദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിട്ട് തിന്നാൻ പോലും ഇല്ല എന്ന് പറഞ്ഞ് പിറുപിറുക്കും അല്ലേ? അങ്ങനെയെങ്കിലും ചെയ്യും. കാരണം ഇതിൻ്റെ ആഴമെന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യം ഏത് വ്യക്തിയുടെ ജീവിതത്തിലാണോ നിൽക്കുന്നത്, പ്രാർത്ഥന, ആരാധന, ബൈബിൾ വായന, ബൈബിൾ ധ്യാനം, വായന വേറെ ധ്യാനം വേറെ കേട്ടോ, പ്രസംഗം, ആത്മാവിലെ ആരാധന, ഈ കാര്യങ്ങളുള്ള വ്യക്തിക്ക് ഒരു സ്വസ്ഥതയും കാണത്തില്ല. ഒരു സ്വസ്ഥതയും പ്രതീക്ഷിക്കണ്ട.
വേറെ ഒരിടത്തും ഇല്ലെങ്കിൽ വീട്ടിനകത്തുനിന്ന് ആരെങ്കിലും ഒന്ന് എണീക്കും. സ്തോത്രം. ആമേൻ. അപ്പോൾ എല്ലാവരും പറയും, വീട്ടിനകത്ത് വേറെ ആരും, നിങ്ങൾ 2-3 പേരല്ലേ ഉള്ളൂ, എന്തൊരു സുഖമായിരിക്കും. ആ 3 പേരുടെ ജീവിതത്തിനകത്ത് 3 പേരും കിടക്കുന്ന 3 ധ്രുവത്തിലായിരിക്കും. ഈ 3 പേരും സംസാരിച്ചിട്ട് നാളുകളായി, പരസ്പരം മുഖത്ത് നോക്കിയിട്ട് നാളുകളായി. ഒരു കല്യാണ വീട്ടിൽ പോകുമ്പോഴാണ് 3 പേരും ഒരുമിച്ച് പോകുന്നത്. അല്ലെങ്കിൽ 2 പേരല്ലേ ഉള്ളൂ, എന്തിനാ പേടിക്കുന്നത്? പക്ഷെ അതിനകത്ത് അവരനുഭവിക്കുന്ന വേദനയെന്ന് പറഞ്ഞാൽ ചെറുതല്ല കേട്ടോ, വലിയ വേദനയാണ് അതിനകത്ത് അനുഭവിക്കുന്നത്. അത് പറഞ്ഞു വരാൻ കാര്യം, അതുപോലെയാണ് ദാവീദിനെ അവൻ്റെ മരണം കാണാൻ ഒരു കൂട്ടം പേര് കൊതിച്ചിരിക്കുക. ആമേൻ. നോക്കൂ, 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 3-ാമത്തെ വാക്യം, നന്മയുടെ അനുഗ്രഹങ്ങളാൽ നീ അവനെ എതിരേറ്റു. കണ്ടോ, എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ശ്രദ്ധിക്കുക, അതിനപ്പുറത്ത് എന്തോ ഒരു വാഴ്ത്തത്തുണ്ട്. എപ്പോൾ നമ്മളെ വീട്ടുകാർ തള്ളിക്കളയോ ശ്രദ്ധിക്കൂ, അതിനപ്പുറത്ത് വലിയൊരു വാഴ്ത്തത്വം തേജസ്സും ഉണ്ട്. ഒരു കിരീടം നോക്കിയിരിക്കുക. ആമേൻ. എന്തിനെന്നറിയാമോ? ചേർത്ത് പിടിക്കാനാ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവിച്ച വ്യക്തിയാണ് ഞാൻ. സ്തോത്രം. ഒരേ വീട്ടിനകത്ത് എൻ്റെ അമ്മയും ഞാനുമായിട്ട് 23 വർഷം മിണ്ടാതിരുന്നു. 1-2 അല്ല കേട്ടോ, ഒരേ വീട്ടിനകത്ത്. ഞാൻ നോക്കിയാൽ എന്നെ എപ്പോൾ പള്ളി വിളിച്ച് നേട്ടാൽ മതി, കാരണം ഞാൻ പെന്തക്കോസ്തനായതുകൊണ്ട്. ആമേൻ. ഒരു കാര്യം പറയട്ടെ, എന്നാൽ ആ മാതാവിനെ സ്നാനപ്പെടുത്താൻ കർത്താവ് കൃപ നൽകി. സ്തോത്രം. ഒരു 100-250 പാസ്റ്റർമാരെ നോക്കി നിൽക്കേ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അവരെ സ്നാനപ്പെടുത്താൻ കർത്താവ് കൃപ നൽകിയെങ്കിൽ അതിനേക്കാൾ 10 മടങ്ങ് വേദന ഞാൻ അനുഭവിച്ചു. പക്ഷേ കർത്താവ് ഒരു വേദന തരുമ്പോൾ ശ്രദ്ധിക്കണം, അതിനപ്പുറത്ത് ഒരു വലിയ വാഴ്ത്തത്വം നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. സ്തോത്രം. ഹല്ലേലൂയ. മറന്നു പോകരുത്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ നോക്കൂ, 21-ാമത്തെ അധ്യായത്തിന് 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 8 മുതൽ 12 വരെയുള്ള വേദാംശങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിയുന്ന ഒരു ദൂത് നമുക്കിവിടെ കാണാൻ കഴിയും. ഒന്ന് വായിക്കണേ. സങ്കീർത്തനം 21-8 മുതൽ. ഹല്ലേലൂയ. നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും, നിന്റെ വലങ്കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. നിന്റെ പ്രത്യക്ഷതയുടെ കാലത്ത് നീ അവരെ തീച്ചൂളയെ പോലെ ആക്കും. യഹോവ തന്റെ ക്രോധത്തിൽ അവരെ വിഴുങ്ങിക്കളയുകയും തീ അവരെ ദഹിപ്പിക്കും. നീ അവരുടെ ഫലത്തെ ഭൂമിയിൽ നിന്നും അവരുടെ സന്തതിയെ മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ നിന്നും നശിപ്പിക്കും. അവർ നിനക്ക് വിരോധമായി ദോഷം വിചാരിച്ചു, തങ്ങളാൽ സാധിക്കാത്ത ഒരു ഉപായം നിരൂപിച്ചു. നീ അവരെ ഹല്ലേലൂയ നീ അവരെ പുറം കാട്ടുമാറാക്കും, അവരുടെ മുഖത്തിന് നേരെ അസ്ത്രം ഞാണിന്മേൽ തൊടുക്കും. യഹോവേ, നിന്റെ ശക്തിയിൽ ഉയർന്നിരിക്കണമേ, ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? 21-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം മുതൽ 12-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത് ഏറ്റവും ഭയങ്കരമായ ഒരു ദൂതാണ്. 8ഉം 9ഉം വാക്യങ്ങൾ. സ്തോത്രം. ദാവീദ് രാജാവായിരിക്കുമ്പോൾ തൻ്റെ മരണം കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന ജനത്തിന്റെ മുൻപിൽ നീ അവരെ പുറം കാട്ടുമാറാക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന് വേണമെങ്കിൽ സ്വന്തം അധികാരത്തിൽ നിന്നുകൊണ്ട് ദാവീദിന് നേരെ നിൽക്കുന്ന വ്യക്തികളെ തകർക്കുമായിരുന്നു. പക്ഷേ ദാവീദ് എന്ത് ചെയ്യുന്നറിയാമോ? ദാവീദ് എന്താ ചെയ്തെന്നറിയാമോ? ദാവീദ് പറയുന്ന വാക്ക്, കർത്താവേ, യഹോവേ, നീ യുദ്ധം ചെയ്യണം. സ്തോത്രം. ഇന്ന് രാത്രി പറയാൻ പറ്റുമോ? കർത്താവേ, നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം.
ഹല്ലേലൂയ. നീ എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യണം. ഞാൻ നിസ്സഹായനാണ്. നിന്റെ ബലത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്. ആമേൻ. നിന്റെ പദ്ധതി പ്രകാരമാണ് ഞാൻ ആയിരിക്കുന്നത്. നിന്റെ ഇഷ്ടം എൻ്റെ മേൽ നീ നിവർത്തിക്കണം. സ്തോത്രം. അതാണ് തൻ്റെ പ്രാർത്ഥന. എന്നാൽ ഒന്ന് രണ്ട് വാക്ക് നിങ്ങൾ എഴുതിക്കോളൂ. ആമേൻ 8-ാമത്തെ വാക്യം മുതൽ ആമേൻ 12-ാമത്തെ വാക്യം വരെ ഉള്ളതിൻ്റെ രത്ന ചുരുക്കമായിട്ട് ചെറിയൊരു ആമേൻ നോട്ട് നിങ്ങൾക്ക് തരാം. ഒന്ന് എഴുതിക്കോളൂ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നിന്ന് ഒരു ചെറിയൊരു വ്യാഖ്യാനം ഇങ്ങനെയാണ് വായിക്കുന്നത്, എഴുതുന്നത്. യഹോവ രാജാവിനെ അനുഗ്രഹിക്കുന്നു. യഹോവ രാജാവിനെ അനുഗ്രഹിക്കുന്നു. എന്ന് മാത്രമല്ല, രാജാവ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നു. രാജാവ് മറ്റുള്ളവർക്ക് അനുഗ്രഹമാകുന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നിന്ദാനം ദൈവത്തിൽ നിന്നുള്ള ആശ്രയവും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനകത്തും ദാവീദിനെ കൈവിടാത്ത ഒരു ദൈവം. യഹോവ രാജാവിന് നൽകിയ 3 അനുഗ്രഹങ്ങൾ. യഹോവ രാജാവിന് നൽകിയ 3 അനുഗ്രഹങ്ങൾ. 1 മഹത്വം. 2 മാനം. 3 തേജസ്. രണ്ടാമത്തെ പറയാമോ? 1 മഹത്വം, 2 മാനം, 3 തേജസ്. 1 മഹത്വം, 2 മാനം, 3 തേജസ്. അടുത്ത് 1 യഹോവ തൻ്റെ പദവികൾ രാജാവിന് സമ്മാനിക്കുന്നു. യഹോവ തൻ്റെ പദവികൾ രാജാവിന് സമ്മാനിക്കുന്നു. അതായത് രാജാവിൻ്റെ മഹത്വം രാജാവിൻ്റെ മഹത്വം മാനവും തേജസ്സും യഹോവ രാജാവിന് നൽകിയ വിജയം മൂലമാണ് ഇവിടെയും രക്ഷ
ഇവിടെയും രക്ഷ എന്നതിന് വിജയം രണ്ട്, യഹോവയുടെ ശക്തിയാണ് ഇവിടെ വിഷയം. യഹോവയുടെ കൈ യഹോവയുടെ പ്രതികാരമാണ്. നമുക്ക് 2 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 7-ാമത്തെ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും ആയിരിക്കും. ഞാൻ അവനെ മനുഷ്യരെ വടികൊണ്ടും മനുഷ്യപുത്രന്മാരുടെ അടികൊണ്ടും ശിക്ഷിക്കും. കാരണം ദൈവദാസന് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി നിൽക്കുന്ന വ്യക്തികളെ ദൈവം വിടത്തില്ല, ഒരിക്കലും വിടത്തില്ല. ഇന്ന് ചിലപ്പോൾ അവർക്ക് ഭയങ്കര അനുഗ്രഹവും ആരോഗ്യവും ബലമൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, 8-ാമത്തെ വാക്യം നിങ്ങൾ വായിച്ചില്ലേ? നിന്റെ കൈ നിന്റെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കും. എവിടെ പോയി ഒളിച്ചാലും, നിങ്ങൾക്ക് പാര വച്ചിട്ട് എവിടെ പോയി ഒളിച്ചാലും, ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് എവിടെ പോയി ഒളിച്ചാലും ദൈവം കണ്ടുപിടിക്കും. കർത്താവിൻ്റെ കണ്ണിന് ഒന്നും മറവല്ല. കാരണം ദൈവമാണ് ദാവീദിനെ അഭിഷേകം ചെയ്ത. ഈ ഒരു ഭാവം നമ്മളുടെ മേൽ വേണം. ഓരോ ക്രിയയും ചെയ്യാൻ തുടങ്ങുമ്പോൾ, ശത്രു നമ്മെ പ്രേരിപ്പിക്കുമ്പോൾ, ആമേൻ, നമ്മുടെ ശരീരം അതിന് വഴങ്ങിക്കൊടുക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ, സ്തോത്രം, ദൈവമാണ് എന്നെ അഭിഷേകം ചെയ്തത്. ദൈവമാണ് എന്നെ, ആമേൻ, തലയിൽ അഭിഷേക തൈലമൊഴിച്ച് എന്നെ അഭിഷേകം ചെയ്തത്. പറയട്ടെ, പറയുന്നവർ പറയട്ടെ, പറയുന്നവർ പറഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ. ശ്രദ്ധിക്കൂ, ദൈവം കണ്ടുപിടിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്റെ വലങ്കൈ നിന്നെ പകയ്ക്കുന്നവരെ പിടികൂടും. കുറിച്ചു വെച്ചോളൂ വാക്യം. ദൈവത്തിൻ്റെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്ന കൈയാണ്, മഹത്വം നിറയുന്ന കൈയാണ്, താണുപോയ പത്രോസിനെ കരം കൊടുത്ത് പിടിച്ചു കയറ്റിയ കൈയാണ്, ആയിരക്കണക്കിന് കുരുടന്മാരുടെ കണ്ണിൽ കുരുട് മാറ്റിയ കൈയാണ്, ലക്ഷക്കണക്കിന് വ്യക്തികളുടെ ചെവിയെ തുറപ്പിച്ച കൈയാണ്, മരിച്ചു കിടന്ന ലാസറിനെ പുറത്തെടുത്ത കൈയാണ്. എന്തിനേറെ, കരയുന്ന വ്യക്തിയുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കൈയാണ് കർത്താവിൻ്റെ കൈ. മറന്നു പോകരുത്. കർത്താവ് ചില സമയത്ത് മിണ്ടാതിരിക്കും കേട്ടോ. നമ്മൾ എത്ര, ഞാനും നിങ്ങളൊക്കെ എത്ര പ്രാർത്ഥിച്ചാലും കേൾക്കാതിരിക്കുന്ന ചില സമയമുണ്ട്. ഞാൻ ചോദിച്ചു, കർത്താവേ എന്താ ഇങ്ങനെ? ഞാൻ എത്രയോ പ്രാവശ്യം നിന്നോട് പ്രാർത്ഥിച്ചു, ആ വിഷയത്തിന് എന്താ മറുപടി തരാത്തത്? ഞാൻ എൻ്റെ ഭാഷയെ പറയുകയുള്ളു കേട്ടോ. അപ്പം ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, കർത്താവിനിപ്പോൾ മൂടില്ല, കർത്താവിനിപ്പോൾ
പഴയതുപോലെ ഒരു മൂഡില്ല എന്ന് ഞാൻ തന്നെ പറയാം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് ആ വിഷയത്തിന് പരിഹാരമായി. അപ്പോൾ ഞാൻ എവിടെ നിന്നാണോ ഞാൻ ആ വാക്ക് പറഞ്ഞത് അവിടെ പോയത് ഒരു കർത്താവ് വലിയ അത്ഭുതങ്ങളുടെ ദൈവമാണ്. ആമേൻ. അന്ന് രാത്രി എന്നോട് ഒരു ശബ്ദം പോലെ, അല്ലെങ്കിൽ തീരെ കുറെ കളിയാക്കി തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കേ, ഇന്ന് രാത്രിയിൽ നമ്മുടെ ഈ ക്ലാസ് മുറിക്കകത്ത് നമ്മൾ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞു മക്കളുള്ള അമ്മമാരുടെ ഇരിപ്പുണ്ട്. നിങ്ങൾ മക്കളെ കൊണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല കോരിച്ചൊരിയുന്ന മഴയാണ്. നമ്മൾ വിചാരിക്കുന്ന കുഞ്ഞുങ്ങൾ കൊടയൊക്കെ പിടിച്ച് സുഖമായിട്ട് വരെയല്ലേ, പക്ഷെ അവരുടെ കണ്ണ് മൊത്തം എവിടെയെന്ന് അറിയാമോ? കടകളില്ല. ചെറിയ ചെറിയ സാധനത്തിന് വേണ്ടിയായിരിക്കും കണ്ണിരിക്കുന്നത്, ചെറിയ കാര്യത്തിന് വേണ്ടിയാണ്. അവിടെ വരുമ്പോൾ നമ്മെ പിടിച്ചൊരു സാരത്തുമ്പിലോ കൈത്തുമ്പിലോ പിടിച്ചൊരു വലിക്കും. എന്താടാ മിണ്ടാതെ വന്നുകൂടാന്ന് കേട്ട് ഒരു വരട്ടും. പക്ഷേ അവൻ്റെ കണ്ണ് എപ്പോഴും, അല്ലെങ്കിൽ അവളുടെ കണ്ണ് എപ്പോഴും കടയ്ക്കകത്തായിരിക്കും. തിരിച്ചു വരുമ്പോഴും അതുപോലെ തന്നെ. പിള്ളേരെ എന്തിനാ പറയുന്നത്? അമ്മമാരോ ബൈക്കിൻ്റെ പിറകെ ഇരുന്നിട്ടല്ലേ ബ്രേക്കിൽ കയറി പിടിക്കുന്നത്? നിർത്ത്. നീ പറഞ്ഞ കാര്യം മനസ്സിലായോ? അതിൻ്റെ ആശയം മനസ്സിലായോ? നമ്മുടെ കർത്താവിനോട് നമ്മൾ എന്ത് പറയുമോ ആ കർത്താവിൻ്റെ സമയം വരുമ്പോൾ നമുക്ക് വേണ്ടി ദൈവം ചെയ്യും, എണീക്കും. ഉറപ്പായിട്ടും പ്രവൃത്തി വളരെ പെട്ടെന്നായിരിക്കും, വളരെ പെട്ടെന്നായിരിക്കും. നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത തലത്തിലായിരിക്കും കർത്താവിൻ്റെ പ്രവൃത്തി. വളരെ പെട്ടെന്ന് സ്പീഡിലായിരിക്കും. ആമേൻ. അടുത്ത് ഇവിടെ ഇതാണ് വായിച്ചത്. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനും. ഈ ഒരു ചിന്ത നമ്മളുടെ വേണം കേട്ടോ. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാം വാക്യം. ആ ഭാഗം നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ആ ഭാഗം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് നമുക്കവിടെ 7-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നു. ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട് തുടങ്ങി നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ പ്രവാചകൻ വന്ന് കുറവിനെ ഉണർത്തുന്നതും പ്രവാചകനോട് ദൈവാത്മാവ് ഇടപെടുന്നതും ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ ചില കാര്യങ്ങൾ പ്രവാചകൻ ചെയ്യുന്നതുമായി നമുക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും പ്രവാചകന്മാരുമല്ല, എല്ലാവരും ശുശ്രൂഷകന്മാരും അല്ല. സ്തോത്രം. കാരണം ശുശ്രൂഷ ഒരു കച്ചവടമല്ല. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്ന ശുശ്രൂഷ ഒരു കച്ചവടശാലയല്ല. ആമേൻ. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗമുണ്ട്. ആമേൻ. കർത്താവ് പറഞ്ഞു വേലക്കാരൻ കൂലിക്ക് യോഗ്യൻ. അടുത്ത് പറയുന്നൊരു വാക്കുകൂടെ കേട്ടോ. ആമേൻ. നിന്റെ അധ്വാന ഫലം നീ തിന്നും. ആമേൻ. നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും കാശ് പറയണ്ട, ഒന്നും റേറ്റും പറയണ്ട. സൂര്യ അസ്തമിക്കും മുമ്പേ ആ കൂലി തരാൻ ഉയരം ശക്തമാണ്. അനുഭവത്തോടാ പറയുന്നത്, അനുഭവത്തോട്. ആമേൻ. ദൈവത്തിന് വേണ്ടി ഒരു ദിവസമെങ്കിലും ഒരു ട്രാറ്റ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ, ഒരാളിനോട് സുവിശേഷം പങ്കുവയ്ക്കാൻ തയ്യാറാണെങ്കിൽ ഈ ക്ലാസ് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. നമ്മൾ ജോലിസ്ഥലത്തായിരിക്കാം, വഴിയാത്രയിലായിരിക്കാം, പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോകുമ്പോഴായിരിക്കാം, പമ്പിൽ നിൽക്കുമ്പോഴായിരിക്കാം, ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം. ഒരു വാക്കെങ്കിലും പറയാൻ നമ്മൾ വായി തുറക്കുമെങ്കിൽ അതിൻ്റെ പ്രതിഫലം അന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. അനുഭവത്തോടാട്ടോ പറയുന്നത്, അനുഭവത്തോടെ പറയുന്നത്. സ്തോത്രം. ഞാൻ നിങ്ങളോട് പറഞ്ഞോണ്ടെന്ന് അറിയില്ല. ആമേൻ. ഇന്നേക്കൊരു 10-20 വർഷം 23 വർഷം മുൻപ് 3 ദിവസത്തെ കൺവെൻഷൻ പ്രസംഗിച്ച് ആമേൻ കൺവെൻഷൻ വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് വലിയൊരു പൊതി തന്നു. പൊതി ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ പൊതിക്കകത്ത് വെറും 3 രൂപയേ ഉള്ളായിരുന്നു. 3 രൂപ. പക്ഷെ അന്ന് രാത്രി കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ എനിക്ക് വേണ്ടി ഇതെല്ലാം സ്വർഗം തന്നു. പ്രൈസ് ദി ലോർഡ്. ആ കടയിൽ കയറി സാധനം വാങ്ങിയപ്പോൾ കൊടുക്കാൻ പൈസ ഇല്ലാതെ പേപ്പർ പൊതികൾ അഴിച്ചു നോക്കിയപ്പോൾ ഒന്നുമില്ല. പക്ഷേ ആ കടക്കാരൻ പറഞ്ഞു, പൊക്കോളൂ, കിട്ടുമ്പോൾ കൊണ്ട് തന്നാൽ മതിയെന്ന്. ഞാൻ പറയട്ടെ, സ്വർഗം ആർക്കും കടക്കാരനല്ല.
നിന്റെ നെഞ്ച് പൊട്ടി മണിക്കൂറോളം ഇന്നത്തെ പ്രസംഗമല്ലേ 20 മിനിറ്റ്, അന്നെല്ലാം കൺവെൻഷൻ പ്രസംഗം 3 മണിക്കൂർ. ആമ ഇന്നല്ലേ കറക്റ്റ് ടൈമിൽ നിർത്തിയില്ലെങ്കിൽ ആമേൻ എണീറ്റ് പോകും ആൾക്കാർ. അന്നൊന്നും എണീറ്റ് പോകത്തില്ല. ഒരു മരിച്ചിരിത്തോട്ടം കൊടുത്തു കഴിഞ്ഞാൽ ഒരു 3 ദിവസം കഴിയുമ്പോൾ തോട്ടം എല്ലാം നല്ല ചന്ദ്രന സ്റ്റേഡിയം പോലെ നിരത്തിയിടും ആൾക്കാർ. ആരാധനയുടെ ഒരു ഒഴുക്കായിരിക്കും. ഇന്നോ ഇരിക്കുന്നിടത്ത് പോലും അനങ്ങത്തില്ല. സ്തോത്രം അല്ലേ? എന്നൊക്കെ മാറിക്കഴിഞ്ഞു ആൾക്കാർ. ശരീരം പോലും ഒരു വിശർപ്പ് പോലും, കണ്ണീര് പോലും വരത്തില്ല. ആമേൻ. എന്നൊക്കെ ഒരു വലിയൊരു ആത്മീക ആരാധന ഉണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അത് ഈ തലമുറയിൽ കൊണ്ടുവരണം കേട്ടോ. ഇന്നത്തെ മക്കൾക്ക് ആരാധന അറിയത്തില്ല. ആമേ സൺഡേ സ്കൂളിൽ ഇതൊന്നും അറിയത്തില്ല. അഭിഷക്തന്മാരെ എങ്ങനെ മാനിക്കണമെന്ന് അറിയത്തില്ല. ആമേൻ. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവരെ പിതാക്കന്മാരും മതക്കന്മാരും പഠിപ്പിക്കണം. നിങ്ങളിത് പഠിക്കുക മാത്രമല്ല, തലമുറയിൽ പഠിപ്പിക്കണം. സ്തോത്രം. ഒരു ചർച്ചിൽ ഞാൻ എങ്ങനെ മീറ്റിങ്ങിന് ഞായറാഴ്ച പോകുമ്പോൾ ഒരു കുഞ്ഞിന്റെ കയ്യിൽ പിതാവ് 500 രൂപയുടെ നോട്ടെടുത്ത് കൊടുത്തു. അപ്പൊ പാസ്റ്റർ അത് നോക്കിയെന്ന് നിങ്ങൾ ചോദിക്കും. ഒരു കുഞ്ഞിന്റെ കയ്യിൽ കൊടുത്തിട്ട് തിരികെ കയറ്റുക. അപ്പൊ ഞാനൊന്ന് നോക്കി ചിരിച്ചു. ഒരു പെങ്കൊച്ച, ഒരു 2-3 വയസ്സ് വരും. അപ്പോ ആ കുഞ്ഞിന്റെ കയ്യിൽ ആ നോട്ട് കൊടുത്തിട്ട് അദ്ദേഹം കുഞ്ഞിനെ ഇങ്ങനെ മെല്ലെ ഉന്തി വരിക, കാണിക്കിടാൻ. ആമേൻ. ആ കുഞ്ഞു കൊണ്ട് ഓടി എൻ്റെ അടുത്ത് കൊണ്ടുവന്നു. ഞാൻ അവളെ എടുത്ത് പൊക്കി സ്തോത്രക്കാഴ്ച പകർത്തിയിട്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞാൻ പറയുന്ന മനസ്സിലായോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിൽ നല്ലത് കൊടുക്കണം. നല്ലത്. മീൻചന്തയിൽ പോയിട്ട് വന്ന് മീനിന്റെ വേസ്റ്റൊക്കെ ഉള്ള നോട്ടൊന്നും കൊടുത്ത് 5-ന്റെയും 10-ന്റെയും തുട്ടൊന്നും കൊടുത്ത് പിള്ളേരെ പള്ളി കൊണ്ടുപോകരുത്. സ്തോത്രം. അപ്പൊ കൊടുക്കുന്നത് നല്ലത്. നമ്മൾ കുറച്ചിട്ടാലും കുഞ്ഞുങ്ങൾക്ക് നല്ലത് കൊടുക്കുക. കുഞ്ഞുങ്ങൾക്ക് നല്ലത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത തലമുറയെ ദൈവം അതിനു വേണ്ടി ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ കൊടുത്ത് പഠിപ്പിക്കണം, കൊടുത്ത് ശീലിപ്പിക്കണം. ആമേൻ. അതായിരിക്കണം നമ്മെ ദൈവം ഏൽപ്പിച്ച ദൗത്യം. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ. സ്തോത്രം. ആമേൻ. നാഥാൻ രാജാവിനോട് നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക, യഹോവ നിന്നോട് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. സ്തോത്രം. നോക്കിക്കേ, ദൈവം കൂടെ ഉണ്ടെന്ന് പലപ്പോഴും പറയും ദൈവം കൂടെ ഉണ്ടെന്ന്. എവിടെ? ആമേൻ. ഈ അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ 6, 7, 8, 9 അധ്യായം നിങ്ങൾ പഠിക്കണം. ദൈവം ഡയറക്റ്റ് ഇറങ്ങി പറയുന്നതിന് തുല്യമായി പ്രവാചകന്മാരെ ആ കാലഘട്ടത്തിൽ എണീപ്പിച്ചു. എന്നാൽ നോക്കൂ, ആമേ 21-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിനകത്ത് നിന്ന് ആമേൻ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. ആമേൻ. 6-ാമത്തെ വാക്യത്തിനകത്ത് നിന്ന് പറയുമ്പോൾ ഇങ്ങനെ, നീ അവനെ എന്നേക്കും ആമേൻ. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹ സമൃദ്ധിയിലേക്ക്, അല്ലെങ്കിൽ അനുഗ്രഹ സമ്പൂർണ്ണതയിലേക്ക്, അല്ലെങ്കിൽ അനുഗ്രഹത്തിന്റെ അകത്തളങ്ങളിലേക്ക് നീ അവനെ ആമേൻ കയറ്റുമെന്നുള്ളത് എനിക്കറിയാം. ഉറപ്പായിട്ടും. ആമേൻ. ഈ വിശ്വാസത്തിലേക്ക് നമ്മൾ വന്ന ശേഷം എത്രയോ വ്യക്തികൾ നമ്മെ വിട്ട് പിണങ്ങി മാറിപ്പോയി. അവർക്കറിയാം നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ള കാര്യം അവർക്കറിയാം. ആമേൻ. അതുകൊണ്ടാണ് മാറിപ്പോകുന്നത്. എന്നാൽ ഇതിനകത്ത് ഒറ്റ വാക്യം കൂടെ വായിക്കാം. അതിന്റെ 13-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. യഹോവേ നിന്റെ ശക്തിയാൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഉയർത്തേണമേ, ഉയർന്നിരിക്കണമേ. ഞങ്ങൾ പാടി നിന്റെ ബലത്തെ സ്തുതിക്കും. ഞങ്ങൾ പാടി എന്ത് ചെയ്യും? നിന്റെ ബലത്തെ സ്തുതിക്കും. 13-ാമത്തെ വാക്യത്തിൽ നമ്മൾ വരുമ്പോൾ ഒരു പ്രാർത്ഥനയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ശക്തിയിൽ ഉയർന്നിരിക്കുന്ന ഒരു പ്രവചന ശബ്ദവുമാണ് ഈ 13-ാമത്തെ വാക്യം. ആമേൻ. ഒന്ന് എഴുതിക്കോളൂ. അതിൽ 1-2 കാര്യങ്ങൾ എഴുതി നമുക്ക് ആ അധ്യായം അങ്ങ് വിടാം. പ്രൈസ് ദി ലോർഡ്. എഴുതിക്കോളൂ. 13-ാം വാക്യത്തിന്റെ ചെറിയൊരു വ്യാഖ്യാനം. ഒരു പ്രാർത്ഥനയും അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ശക്തിയും
ബ്രാക്കറ്റിൽ ശക്തിയാൽ ഉയർന്നിരിക്കുക, ശക്തിയാൽ ഉയർന്നിരിക്കുക എന്ന പ്രയോഗം കൊണ്ട് നിന്റെ ശക്തി എപ്പോഴും ബലമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് യുദ്ധസമയത്ത് വിടുതൽ നൽകുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ആ ശക്തിയാണ് ദാവീദിന്റെ വിജയം. ഒരു അധ്യായം കൂടി എഴുതിക്കോളൂ. 18-ാം സങ്കീർത്തനം അതിൻ്റെ 8ഉം 9ഉം വാക്യം വായിക്കണ്ട, എഴുതിക്കൊണ്ടാൽ മതി. 18-ന്റെ 8ഉം 9ഉം വാക്യം. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം, ആവർത്തന പുസ്തകം 23 അതിൻ്റെ 4. ഇത് 21-ാമത്തെ അധ്യായം ഇവിടെ പൂർത്തിയാകുകയാണ്. 1-2 വാക്യം കൂടെ ഞാൻ അതിന് പറഞ്ഞുതരാം, നിങ്ങൾ എഴുതിക്കോളൂ. 1-2 വാക്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. 21-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. സങ്കീർത്തനങ്ങൾ 8-ന്റെ 2, സങ്കീർത്തനം 8-ന്റെ 2, 1 രാജ 1-ന്റെ 31, യെഹെസ്കേൽ 34-ന്റെ 26, യെശയ്യാവ് 10-ന്റെ 10, മലാക്കി 4-ന്റെ 1, സങ്കീർത്തനം 18-ന് 35, 40-ന്റെ 12, റോമ 7-ന്റെ 12, 2 രാജ 13-ന്റെ 7, 2 ശമൂവേൽ 8-ന്റെ 1 മുതൽ 14 വരെ, ആവർത്തനം 33-ന്റെ 29, റോമാലേഖനം 15-ന്റെ 9, സങ്കീർത്തനം 22-ന്റെ 8, നഹൂം 1-ന്റെ 4, പുറപ്പാട് 15-ന്റെ 8. ഇത്രയുമാണ് 21-ാം അധ്യായത്തിനകത്തുള്ള ചില ഒത്തുവാക്യങ്ങൾ. ഓക്കെ, 22-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 22. അതിനകത്തുള്ള ഹെഡിങ് എന്നെ കൈവിടുന്നത് എന്ത്? എന്നെ കൈവിടുന്നത് എന്ത്?
പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ടല്ലേ, കർത്താവ് നീ എന്നെ കൈവിട്ടോ? കർത്താവ് നീ എന്നെ മറന്നു കളഞ്ഞോ? നമ്മൾ ചോദിക്കാറുണ്ടല്ലേ. ഇവിടെ അതുപോലെ തന്നെയാണ് ദാവീദ് ചോദിക്കുന്നത്, എന്നെ കൈവിട്ടത് എന്ത്? ഇതാണ് ഇതിൻ്റെ ഹെഡിങ്. ഈ ഹെഡിങ് പറഞ്ഞിരുന്ന കാര്യം നമ്മുടെ എക്സാമിന് ഏറ്റവും കൂടുതൽ വരുന്ന ഹെഡിങ്ങാണ്. അത് ഹെഡിങ് നിങ്ങൾ കറക്റ്റായിട്ട് എഴുതി വയ്ക്കണം. അപ്പോൾ കർത്താവ് കൈവിട്ടു എന്ന് ഒരു തോന്നൽ ആമേൻ ദാവീദിനുണ്ടായി. 22-1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അതിനകത്ത് 21 വരെയുള്ള വാക്യം, 21-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്, സിംഹത്തിൻ്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. ഓ അല്ലേ, അപ്പം എന്നെ മറന്നു കളഞ്ഞു എന്നുള്ള ഒരു തോന്നൽ ദാവീദിൻ്റെ ജീവിതത്തിൽ അവനെ കടന്നു പിടിച്ചു. എന്തോ ഒരു മാരക രോഗം പിടിക്കുന്നത് പോലെ, ഏതോ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിൽ കൂടെ അവൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് നിന്ന് ദാവീദിനെ ദൈവം പുറത്തു കൊണ്ടുവരികയാണ്. ആമേൻ. അതിൻ്റെ ആ 21, 22, 23 വാക്യങ്ങളിലേക്ക് നമ്മൾ തിരിക്കുമ്പോൾ, ഒന്ന് നിങ്ങൾ വായിക്കണം. ആ 22-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. സങ്കീർത്തനം 22:1 മുതൽ വായിക്കുന്നു. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? എന്നെ രക്ഷിക്കാതെയും എന്റെ ഞരക്കത്തിന്റെ വാക്കുകൾ കേൾക്കാതെയും അകന്നു നിൽക്കുന്നത് എന്ത്? എന്റെ ദൈവമേ, ഞാൻ പകൽ സമയത്ത് വിളിക്കുന്നു, എങ്കിലും നീ ഉത്തരമരുളുന്നില്ല. രാത്രി കാലത്തും ഞാൻ വിളിക്കുന്നു, എനിക്കൊട്ടും മൗനതയില്ല. ഇസ്രയേലിന്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, നീ പരിശുദ്ധനാകുന്നുവല്ലോ. ഞങ്ങളുടെ പിതാക്കന്മാർ നിങ്ങൾ ആശ്രയിച്ചു, അവർ ആശ്രയിക്കുകയും നീ അവരെ വിടുവിക്കുകയും ചെയ്തു. അവർ നിന്നോട് നിലവിളിച്ചു രക്ഷ പ്രാപിച്ചു. അവർ നിങ്ങൾ ആശ്രയിച്ചു, ലജ്ജിച്ചു പോയതുമില്ല. ഞാനോ മനുഷ്യനല്ല, ഒരു കൃമിയത്രേ. മനുഷ്യരുടെ ധിക്കാരോ ജനത്താൽ നിന്ദിതനും തന്നെ. എന്നെ കാണുന്നവരൊക്കെയും എന്നെ പരിഹസിക്കുന്നു. അവർ അധരം വളർത്തി തലകുലുക്കുന്നു. യഹോവയിൽ നിന്നെ തന്നെ സമർപ്പിക്ക, അവൻ അവനെ രക്ഷിക്കട്ടെ, അവൻ അവനെ വിടുവിക്കട്ടെ. അവനിൽ പ്രസാദമുണ്ടല്ലോ. നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ. എന്റെ അമ്മയുടെ കുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാണ്. ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടു. എന്റെ അമ്മയുടെ ഉദരം മുതൽ നീ എന്റെ ദൈവം. കഷ്ടപ്പെടുത്തിരിക്കയാൽ എന്നെ വിട്ടകന്നിരിക്കരുതേ. സഹായിപ്പാൻ മറ്റാരുമില്ലല്ലോ. അനേകം കാളകൾ എന്നെ വളഞ്ഞു, ബാശാൻ കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു. ബുഭുക്ഷയോടെ അലറുന്ന സിംഹം പോലെ അവർ എന്റെ നേരെ വായ് പിളർത്തും. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു. എന്റെ ഹൃദയം മെഴുകുപോലെയായി എന്റെ കുടലിന്റെ നടുവേ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ ഉണങ്ങിയിരിക്കുന്നു. എന്റെ നാവ് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. നീ എന്നെ മരണത്തിന്റെ പൊടിയിൽ ഇട്ടുപിരിക്കുന്നു. നായ്ക്കൾ എന്നെ വളഞ്ഞു, ദുഷ്ടന്മാരുടെ കൂട്ടം എന്നെ ചുറ്റിയിരിക്കുന്നു. അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. എന്റെ അസ്ഥികളൊക്കെയും എനിക്ക് എണ്ണാം. അവർ എന്നെ ഉറ്റുനോക്കുന്നു. എന്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എന്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. നീയോ യഹോവേ, അകന്നിരിക്കരുതേ. എന്റെ തുണയായുള്ളവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വാളിങ്കിൽ നിന്ന് എന്റെ പ്രാണനെയും നായയുടെ കയ്യിൽ നിന്ന് എന്റെ ജീവനെ വിടുവിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയിൽ നീ എനിക്ക് ഉത്തരം വരണമേ. ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ഹല്ലേലൂയ. യഹോവ ഭക്തന്മാരെ അവരെ സ്തുതിപ്പിൻ. യാക്കോബിന്റെ സകല സന്തതിയുമായുള്ളവരെ അവരെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേലിന്റെ സർവ്വസന്തതിയുമായുള്ളവരെ അവരെ ഭയപ്പെടുവിൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം 21 വരെയുള്ള വാക്യങ്ങൾ, 22-ാമത്തെ വാക്യം വരെ 23-ാമത്തെ വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് ദൈവത്തോട് പറയുന്ന വാക്കുകൾ അതിശക്തമാണ്. താൻ എന്താണോ താൻ ആഗ്രഹിച്ചത് അത് തനിക്ക് ലഭിക്കുന്നത് വരെ
താൻ ദൈവത്തോട് നിലവിളിക്കുക. 21-ാമത്തെ വാക്ക് പറഞ്ഞ് നിർത്തുന്നുണ്ടോ? സിംഹത്തിന്റെ വായിൽ നിന്ന്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, സിംഹത്തിന്റെ വായി. അപ്പൊ മനുഷ്യനെ താൻ കണ്ടത് എന്തെന്ന് എങ്ങനെയെന്നറിയാമോ? പറ, സിംഹത്തെ പോലെ. ചിലരൊക്കെ വാ തുറന്നു കഴിഞ്ഞാൽ, ചിലർ ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രമേ വാ തുറക്കൂ. ചിലർ കൊള്ളാത്തത് പറയാൻ മാത്രമേ വാ തുറക്കൂ. അത് ദാവീദിന്റെ മുമ്പിൽ വന്ന് നിൽക്കുക. ഇവരെല്ലാവരും വന്ന് നിൽക്കുക. ദാവീദ് നോക്കുമ്പോൾ പള്ളിയിൽ പോകുമ്പോഴും ആരാധിക്കുമ്പോൾ മാത്രമേ ഇവർ ദൈവമക്കൾ. പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവരെല്ലാം റൗഡികളാണ്. സിംഹം പോലെ തന്നെ തിന്നുകളയാൻ വേണ്ടി നിൽക്കുക. താൻ അവരെ സിംഹത്തിന് തുല്യം ചിത്രീകരിച്ചു. കാരണം ദാവീദ് സിംഹത്തെ, തൻ്റെ അപ്പൻ്റെ ആടുകളിൽ ഒന്ന് സിംഹം പിടിച്ചപ്പോൾ അതിനെ അടിച്ച് തകർത്ത് അതിൻ്റെ വായിൽ നിന്ന് അപ്പൻ്റെ ആടുകളെ പുറത്തെടുത്തത് കൊണ്ട് സിംഹത്തിൻ്റെ വെയിറ്റ് അറിയാം, സിംഹത്തിൻ്റെ ആ ഒരു തീഷ്ണത അറിയാം, ആ ഒരു രീതി. അതുപോലെ ചില മനുഷ്യരെ അവൻ കാണാൻ തുടങ്ങി. ഇന്ന് രാത്രി ഈ ഭാഗം നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇത് ധ്യാനിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. എന്നും 23-ാം സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കാതെ 121-ഉം 119-ഉം വായിക്കാതെ, ആമേൻ, ഇങ്ങനെയുള്ള സങ്കീർത്തനങ്ങളൊന്ന് മാറി ചിന്തിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അവിടെ പറയുന്ന ഒരു കാര്യം നിങ്ങൾ വ്യക്തമാണ്. കണ്ടോ, തൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ടു ജനം. അവൻ്റെ തുണി എനിക്ക് വേണം പകത്ത്. കാരണം യേശു കർത്താവിൻ്റെ അങ്കിക്ക് വേണ്ടി ചീട്ടിട്ടു. അവിടെ അടികൂടി, ഇല്ലേ? ശരിയല്ലേ? അതുപോലെ ദാവീദിൻ്റെ വസ്ത്രത്തിന് വേണ്ടിയും അടികൂടി. സ്തോത്രം. എന്നാൽ യോസേപ്പിന്റെ വസ്ത്രത്തിൽ രക്തക്കറ പുരട്ടി, ആമേൻ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അതുകൊണ്ട് അപ്പനെ ഏൽപ്പിച്ചു. ആമേൻ. എന്നാൽ പൗലോസ് ലീഗയുടെ ജീവിതത്തിലേക്ക് വന്നു. പൗലോസിന്റെ വസ്ത്രത്തെ വലിച്ചു പറിച്ചു. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ഈ ഭാഗം നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ ഇതിനകത്ത്, ആമേൻ, മത്തായി സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൻ്റെ 27-43, സങ്കീർത്തനം 37-5, ആമേൻ, 37-5. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം സങ്കീർത്തനങ്ങളുടെ പുസ്തകം 20-17, 20-17, 2 തീമോത്തി 4-17, സംഖ്യ 23-22 ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ദാവീദിന്റെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യാദികൾ ഭക്തന്മാർ തങ്ങളുടെ പുസ്തകങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ലൂക്കായുടെ സുവിശേഷം 23-34, യോഹന്നാൻ 19-24 കൂടെ ചേർത്ത് ഒന്ന് പഠിക്കുമ്പോൾ തികച്ചും എന്നെ മറന്നു കളഞ്ഞുവോ എന്ന് ദാവീദ് ചോദിച്ചതിൻ്റെ ആ പൊരുളും നിഴലും അതിൻ്റെതായ നിലയിലുള്ള ഭക്തന്റെ തേങ്ങലിൻ്റെ ശബ്ദവും കൂടെ ചേർത്ത് തീമത്തി വിളിച്ചു പറയുന്നത് 4:17 അതിശക്തമായി പ്രതിപാദിക്കുന്നു പൗലോസ്. ആ 4-ാമത്തെ അധ്യായം 2 തീമത്തി 4:17 ഒന്ന് വായിച്ചേ. 4:17, 2 തീമത്തി 4:17. ഹല്ലേലൂയ. 2 തീമോത്തി 4:17. കർത്താവ് എനിക്ക് തുണ നിന്നു, പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ആമേൻ. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന്, പറ,
രക്ഷ പ്രാപിച്ചു. എല്ലാ അധരങ്ങളും തുറന്നു രാത്രി പറഞ്ഞേ. നിങ്ങളും ഞാനും പോലും കാണാതെ കുറെ സിംഹങ്ങൾ പതിയിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം കണ്ട്, നിങ്ങളുടെ സൗന്ദര്യം കണ്ട്, നിങ്ങളുടെ വാചാതുര്യം കണ്ട്, നിങ്ങളുടെ കൃപ കണ്ട് ഇവരിങ്ങനെ നോക്കിയിരിക്കും. എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ തകർക്കാൻ ഇവർ നോക്കിയിരിക്കുമ്പോൾ പ്രവാചകൻ വിളിച്ചു പറയുന്ന ഒരു ദൂത്, കർത്താവ് എനിക്ക് എന്ത് ചെയ്തു? തുണ നിന്നു. എന്തിനാ? പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തീകരിപ്പാനും. അപ്പൊ പ്രസംഗിക്കണമെങ്കിൽ ആര് കൂടെ വേണം? ഹലോ, ആര് കൂടെ വേണം? കർത്താവ് കൂടെ വേണം. ദാവീദിന് ഒരു വാക്ക് പോലും പറയാൻ കഴിയാതെ മാറി നിൽക്കുക. കാണുന്നവരെല്ലാം ദാവീദിനെ തിന്നാൻ വേണ്ടി നോക്കുന്നത് പോലെ കണ്ണുകളൊക്കെ മുഴപ്പിച്ച് കരങ്ങളൊക്കെ മുറുക്കി അരയുന്ന വാളൊക്കെ ഊരി എവിടെ വച്ച് തക്കം കിട്ടുമോ അവിടെ വച്ച് കൊന്നുകളയാൻ ഇങ്ങനെ നോക്കിയിരിക്കുക, പാത്തിരിക്കുക. ദാവീദ് അത് കണ്ടു. ഇന്ന് രാത്രി നമ്മൾ കാണുന്ന ഇന്ത്യ അല്ല ഇത്. ഞാനും നിങ്ങളൊക്കെ ജനിച്ച് ആ സമയത്ത് കണ്ട ഇന്ത്യ അല്ല ഇത്. മാറ്റമുണ്ട്, ആരാധനയ്ക്ക് മാറ്റമുണ്ട്. ഓരോ മാസം കഴിയുന്തോറും ജീവിതശൈലിക്ക് മാറ്റം. ആമേൻ. നടത്തയ്ക്ക് മാറ്റം, സംസാരത്തിന് മാറ്റം, ആരാധനകൾക്ക് മാറ്റം, സമയങ്ങൾക്ക് മാറ്റം, യാത്രകൾക്ക് മാറ്റം, ഡ്രസ്സിങ്ങിന് മാറ്റം, ഹെയർ സ്റ്റൈല് മാറ്റം. എല്ലാവരും മാറ്റത്തിലേക്ക് വന്നിരിക്കുന്നു. എന്താ അങ്ങനെ സംഭവിക്കുന്ന കാര്യം? ഇവിടെ ഭക്തൻ പറയുന്ന വാക്ക് കേട്ടോ. നിവർത്തിപ്പിപ്പാനും സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ച് അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്ന് രക്ഷ പ്രാപിച്ചു. ഇന്ന് രാത്രി ഈ വചന പഠനത്തിൽ കൂടെ ചിലത് നമ്മൾ പ്രാപിച്ചെടുക്കണം. നിങ്ങൾ ഇന്ന് രാത്രി ഹൃദയത്തിലൊരു വിഷയം നിങ്ങളുടെ ഹൃദയത്തിൽ ഒന്ന് ചിന്തിച്ചേ. അത് ഇന്ന് രാത്രി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിൽ വച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചേ. നേരം പുലരുമ്പോൾ നിങ്ങൾക്കതിന് ഒരു മറുപടി കിട്ടും. സ്തോത്രം. അങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞ് ദൈവത്തോട് കരഞ്ഞിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് രാത്രി അതിനൊരു മറുപടിയുണ്ട്. ഞാൻ ഒരു കാര്യം, നിങ്ങൾ ക്ലാസ് ആണല്ലോ, ഒരു കാര്യം പറയട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ഒരു വ്യക്തിയെ ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ഒരു വ്യക്തി കൈ കൊടുക്കുമ്പോൾ, ഒരു വ്യക്തിയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ അവരെ നോക്കരുത്. നമ്മൾ നോക്കേണ്ട എവിടെയെന്നറിയാമോ? പറ. സ്വർഗത്തിലേക്ക് ഞാൻ എൻ്റെ കൺകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അതായിരിക്കണം നമ്മുടെ രക്ഷാദൂത്. ആമേൻ. നമുക്ക് വ്യക്തിയല്ല വിഷയം, നമുക്ക് വിഷയം ദൈവം തന്ന കൃപ അവരിലേക്ക് പാസ് ചെയ്യുക. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ 17-ാമത്തെ വാക്യം നിങ്ങളിന്ന് രാത്രി ദൂതാറ്റെടുത്തോ. സ്തോത്രം. ആ 16, 17, 18, 19 വാക്യങ്ങൾ നിങ്ങൾ വായിച്ച്, അടുത്ത് പറയുന്നത് 22-ാം വാക്യം പറയുന്നത്, യേശു ക്രിസ്തു നിന്റെ ആത്മാവിനോട് കൂടെ, സ്തോത്രം, ഇരിക്കട്ടെ, കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുക അപ്പോസ്തലനായ പൗലോസ്. ഇന്ന് രാത്രിയിൽ ഈ 22-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ 21-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനകത്തൊരു കുറച്ച് വാക്യം കൂടെ തരാം, എഴുതിക്കോളൂ. ഇയ്യോബിൻ്റെ പുസ്തകം 29:10, ഇയ്യോബ് 29:10, യോഹന്നാൻ 19:28, നഹൂം 2:10, യോശുവ 2:11,
യോശുവ 2:11. 2 ദിനവൃത്താന്തം 9:1 മുതൽ 12 വരെ. ആവർത്തന പുസ്തകം 2:8. 2 രാജ 14:22. 2 ദിനവൃത്താന്തം 9:10. മത്തായി സുവിശേഷം 12:42. ലൂക്കായുടെ സുവിശേഷം 11:31. ഇത്രയും വാക്യങ്ങൾ ഇതിനകത്ത് 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത ക്ലാസ്സിൽ 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് 2 പാർട്ടായി ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ പിന്നെയും ബലപ്പെടുത്തി